എല്ലാവർക്കും സ്മാർട്ട് ആൻഡ് ക്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമൺ ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ് ആണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കോമൺ ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്യുപ്മെൻറ്റ്സിനെ പരിചയപ്പെടാം. സെൻട്രിഫ്യൂഗ്. Lab device used to separation occur on the basis of density. അതായത് ഇത് ലാബിൽ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. എന്തിനാണ്? ഒരു ലിക്വിഡിനെ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണിത് യൂസ് ചെയ്യുന്നത്. ഈ സെപ്പറേഷൻ നടക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുന്നത്. അതായത് നമ്മളൊരു കുമ്മായം എടുത്ത് കുമ്മായം വെള്ളത്തിൽ കലയ്ക്കുമ്പം ആ കുമ്മായപ്പൊടിയുടെ വെള്ളം അത് നമുക്ക് രണ്ടും കുമ്മായവും വെള്ളവും അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കുറേ ടൈം എടുക്കും അല്ലേ? ഈ ഒരു പ്രോസസ്സ് ഒരു ചുരുക്ക സമയത്തിൽ നമുക്ക് നടപ്പാക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഭയങ്കര ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യുമ്പോഴത്തേനും ഫ്ലൂയിഡിനകത്ത് ചേഞ്ച് വന്ന് സെഡിമെൻറ്റേഷൻ നടന്ന് നമുക്ക് രണ്ട് ഫ്ലൂയിഡും ആ ഒരു സോളിഡുമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ലാബിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ബ്ലഡിനകത്താണെങ്കിൽ പ്ലാസ്മയും റെഡ് സെൽസും അങ്ങനത്തെ നമുക്ക് സെപ്പറേഷനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതാണ് യൂറിനോമീറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ. നമ്മുടെ യൂറിനകത്തെ സ്പെസിഫിക് ഗ്രാവിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് യൂറിനോമീറ്റർ. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ? അതായത് നമ്മുടെ യൂറിൻ്റെയും വാട്ടറിൻ്റെയും കാലിബ്രേഷൻ പ്രൊസീജിയറാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ. നമ്മളൊരു യൂറിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരുപാട് പാർട്ടിക്കിൾസ് പ്രസൻറ്റഡ് ആണല്ലേ. പുറത്തു നിന്നും യൂറിൻ്റെയും ഡിസ്റ്റൽഡ് വാട്ടറിൻ്റെയും റേഷ്യോ, അതായത് വെയ്റ്റ് ഓഫ് യൂറിൻ ഈസ് ടു വെയ്റ്റ് ഓഫ് ഡിസ്റ്റൽഡ് വാട്ടർ, ഈ ഒരു റേഷ്യോനെ എടുത്ത് അതിൻ്റെ കമ്പാരിസണിലൂടെയാണ് നമുക്ക് യൂറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. യൂറിനോമീറ്റർ വഴിയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുക്കുക, അത് യൂറിനോമീറ്റർ വഴിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ പൊതുവേ യൂറിനോമീറ്റർ യൂസ് ചെയ്യാറില്ല, ഇപ്പോൾ സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അല്ലേ? യൂറിൻ്റെയും ഡിസ്റ്റൽഡ് വാട്ടറിൻ്റെ റേഷ്യോ തമ്മിൽ ഏകദേശം സെയിം ആയിരിക്കും. എന്തെങ്കിലും വീതി കുറച്ചിലോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? നമുക്ക് എന്തെങ്കിലും ഡിസീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേർണൽ പ്രോബ്ലംസോ ഉണ്ടായിരിക്കും. നമുക്ക് അടുത്തത് നോക്കാം. ഇലക്ട്രോഫോറസിസ് അസംബ്ലി. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറൽ ടേം ദാറ്റ് ഡിസ്ക്രൈബ് ദ മൈഗ്രേഷൻ ആൻഡ് എ സെപ്പറേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈഗ്രേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അയോൺസ് ഒക്കെ കാണും. ഇതിനെ പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് ആനോഡിലേക്കും നെഗറ്റീവ് അയോൺസ് പോസിറ്റീവ് ആനോഡിലേക്കും അങ്ങനെ രണ്ടും തമ്മിൽ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഹെൽപ്പോട് കൂടെ ആയിരിക്കും. ദ മൊബിലിറ്റി ഓഫ് ദ അയണിക് പാർട്ടിക്കിൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ പാർട്ടിക്കിൾ സൈസ്, ഷേപ്പ് ആൻഡ് ചാർജ് ആൻഡ് ദ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ സെപ്പറേഷൻ ആൻഡ് ദ കോൺസ്റ്റൻറ്റ് അണ്ടർ ഡിഫൈൻഡ് ദ ഇലക്ട്രോഫോററ്റിക് കണ്ടീഷൻ. അങ്ങനെ ഈ പാർട്ടിക്കിൾസ് മൂവ്മെൻറ്റ് നടക്കില്ലേ, അത് സൈസിൻ്റെയും ഷേപ്പിൻ്റെയും ചാർജിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ സെപ്പറേഷൻ ഒക്കെ നടക്കുന്നത്. ഇനി അടുത്തത് കലോറിമീറ്റർ. It is used to measure the intensity of colored compound. It operates visible range of electromagnetic spectrum and its work on the principle of Beer-Lambert law. കലോറിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കളേർഡ് കോമ്പൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റീനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ സഹായത്തോടു കൂടെയാണ്. ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിയർ-ലംബാർട്ട്സ് ലോ ആണ്. ഇത് മെഷർ ചെയ്യാവുന്നത് നമ്മുടെ ലാബിലൊക്കെ ആണെങ്കിൽ ബ്ലഡ് ഷുഗറിൻ്റെ ഒക്കെ അളവെടുക്കാൻ വേണ്ടിയിട്ട് കലോറിമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് സ്പെക്ട്രോഫോട്ടോമീറ്റർ. സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണെങ്കിൽ രണ്ട് തരത്തിലുണ്ട്, സിംഗിൾ ബീമും ഉണ്ട്, ഡബിൾ ബീമും ഉണ്ട്. സിംഗിൾ ബീം എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ഒരു ബീമേ കാണുള്ളൂ. ഡബിൾ ബീം എന്ന് പറയുമ്പം അത് രണ്ട് ബീമുകളുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മുടെ ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈറ്റ് ഇതിലൂടെ കടന്നുപോയി സാമ്പിൾ എത്രത്തോളം ലൈറ്റ് ഏതൊക്കെ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു അത് നമ്മുടെ അവിടെ ഒരു ബോർഡിൽ കാണാൻ പറ്റും. അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് ലാബിൽ നമുക്ക് യൂസ് ചെയ്യുന്നത്.
അടുത്തതാണ് ഫ്ലൂറോമീറ്റർ. Fluorescence occur when a sample excited with light of one wavelength gives light of another. Usually, the longer wavelength a fluorometer is spectrometer designed to measure the phenomenon. എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു സാമ്പിൾ എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് ലൈറ്റ് കടത്തി വിടുക. അപ്പോൾ വേവ് ലെങ്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ലൈറ്റ് മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. ഫ്ലൂറിമീറ്റർ എന്നും പറയുന്നു. ഇതൊരു സ്പെക്ട്രോമീറ്ററാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടൂളായ, അതായത് ഒരുപാട് മെഡിക്കൽ ഡിസീസിനൊക്കെ ഇതെന്തോ ചെയ്യുന്നൊരു ഡയഗ്നോസ്റ്റിക് ടൂളാണ്. അതായത് പ്രീ മലിഗൻറ്റ് ആൻഡ് മലിഗൻറ്റ് ലിസണിനകത്തൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ലുമിനോമീറ്റർ. ഇറ്റ് മെഷർ ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് സർട്ടൻ കെമിക്കൽ റിയാക്ഷൻ. അതായത് ലുമിനോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ലൈറ്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലുമിനോമീറ്റർ എന്ന് പറയുന്നത്. ലുമിനോമീറ്റർ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ ലൈറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി, ചെറിയ സ്മാൾ എമൗണ്ട് ഓഫ് ലൈറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഉപകരണമാണ്. അടുത്തതാണ് ഓട്ടോ അനലൈസർ. Auto analyzer is measure various constituents of the body with minimal human assistant. ബേസിക്കലി യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ടും എൻസൈമും സബ്സ്ട്രേറ്റും ഇലക്ട്രോലൈറ്റും സ്പെസിഫിക് പ്രോട്ടീന്, ഡ്രഗ് ഓഫ് അബ്യൂസ് ആൻഡ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ്, ഇതിനൊക്കെയാണ് ഇത് ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഇലക്ട്രോലൈറ്റ് അനലൈസർ. The electrolyte analyzer measure electrolyte ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് ഇലക്ട്രോലൈറ്റിനെ അളക്കുക എന്നുള്ളതാണ് ഇലക്ട്രോലൈറ്റ് അനലൈസർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ്, സെറം, പ്ലാസ്മ, ഇതിനകത്തൊക്കെ സോഡിയം, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇതിനെയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൈമറിലി എക്യുപ്മെൻ്റാണ് എന്ത്, ഇലക്ട്രോലൈറ്റ് എന്ന്. അടുത്തതാണ് pH meter. pH meter is a scientific instrument that measures the hydrogen ion concentration in solution, indicating its alkalinity of acidity, which is expressed as pH. അതായത് ഇതൊരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് മെഷർ ചെയ്യുന്നത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, ഒരു സൊല്യൂഷൻ്റെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് ആൽക്കലിറ്റി, അസിഡിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിനെ pH എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. pHൻ്റെ ഫുൾ ഫോമാണ് പോയർ ഹൈഡ്രജൻ. അടുത്തതാണ് തെർമൽ സൈക്ലർ. തെർമൽ സൈക്ലർ ഈസ് ആൾസോ നോൺ ആസ് തെർമോസൈക്ലർ, PCR machine or amplifier. It is a laboratory apparatus used to amplify segments of DNA via polymerase chain reaction. It occurs 3 steps: denaturation, annealing and extinction. തെർമൽ സൈക്കിളിലെ PCR മെഷീനെന്നോ തെർമോസൈക്ലറെന്നോ DNA ആംപ്ലിഫയറെന്നോ ഒക്കെ പറയാറുണ്ട്. ഇത് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ DNA എടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻറ്റ്സ്, അതായത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റുക, സെഗ്മെൻറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴിയാണ്, PCR വഴിയാണ്. ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പാണ് ക്യാരി ചെയ്യുന്നത്: ഡീനാച്ചുറേഷൻ, അനിലിംഗ് ആൻഡ് എക്സ്റ്റിൻഷൻ. അടുത്തതാണ് HbA1c അനലൈസർ, അതായത് ഹീമോഗ്ലോബിൻ A1c. അപ്പോൾ ഹീമോഗ്ലോബിൻ A1c ടെസ്റ്റ് മെഷർ ദ എമൗണ്ട് ഓഫ് ബ്ലഡ് ഷുഗർ അറ്റാച്ച്ഡ് ടു ദ ഹീമോഗ്ലോബിൻ. അതായത് ഹീമോഗ്ലോബിൻ A1c എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിനകത്തെ ഷുഗർ എത്രത്തോളം അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതായത് ബ്ലഡ് ഷുഗറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അനലൈസറാണ്. നോർമൽ ഹീമോഗ്ലോബിൻ A1c എന്ന് പറയുന്നത് 5.7% താഴെയാണ്. പ്രീ ഡയബറ്റീസിന് 5.7-ൻ്റെയും 6.4-ൻ്റെയും ബിറ്റ്വീനായിട്ട് നിൽക്കും. ഡയബറ്റീസിന് 6.5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും. അടുത്തത് HPLC, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ദാറ്റ് സം മോളിക്യൂൾസ് ടേക്ക് ലോങ്ങർ ദാൻ ടു അതർ ടു പാസ് ത്രൂ എ ക്രൊമാറ്റോഗ്രാഫി കോളം. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ അഫിനിറ്റി ഓഫ് ദ മോളിക്യൂൾ വിത്ത് ദ മൊബൈൽ ഫേസ് and the stationary phase. One that have more affinity with the stationary phase take longer to pass through a vice versa. There are different type of columns to separate molecules by different criteria. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഇതിനകത്ത്
ചില മോളിക്യൂൾസ് ഒരുപാട് സമയമെടുക്കും എന്തിനാണ് നമ്മുടെ ക്രൊമാറ്റോഗ്രാഫി കോളത്തിലൂടെ പാസ് ചെയ്ത് പോവാൻ. അത് ഡിപ്പെൻസ് ആണ്. മോളിക്യൂൾസ് നമ്മുടെ ഫേസുമായിട്ട് അഫിനിറ്റി ചെയ്ത് നിൽക്കുന്നതിനെ അനുസരിച്ചിരിക്കും. ഫേസ് എന്ന് പറയുമ്പോൾ ലിക്വിഡോ ഗ്യാസോ ആകാം. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡോ ലിക്വിഡോ ആകാം. ഇപ്പം മോർ അഫിനിറ്റി ആയിരിക്കും സ്റ്റേഷനറി ഫേസിലോട്ട്. അപ്പോൾ എന്തോ ചെയ്യും, അത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോളംസ് ഉണ്ട് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ. ഇത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ഓഫ് പ്ലാസ്മ ലെവൽ ഓഫ് ഡ്രഗ്സ്, പിന്നെ അതിൻ്റെ മെറ്റബോളിസം, ഇതിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അത് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഡ്രഗ്സ് ആൻഡ് ഫോർ മോണിറ്ററിങ് തെറാപ്പി. UV detector is very commonly used detector for the HPLC analyzing during the analysis. ഇപ്പം sample in a clear colorless glass cell called flow cell. UV radiation, UV light flow cell sample absorb the part of the UV light. അടുത്തതാണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് is used to pressurize the steam and their sterilization agent. The basic concept is to have each item sterilized with whether it is a liquid plasticware or glassware come in direct contact with the steam and specific temperature and pressure for a amount of time. Time, steam, temperature and pressure are the four main parameters required for the successful sterilization using an autoclave. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഒരു പ്രഷറൈസ്ഡ് സ്റ്റീം സ്റ്റെറിലൈസിങ് ആയിട്ടുള്ള ഒരു ഏജൻ്റാണ്. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. അത് ലിക്വിഡോ പ്ലാസ്റ്റിക്കോ ഗ്ലാസ് വെയറോ അങ്ങനെ എന്തുമാകട്ടെ, അതിനെ നമ്മളെന്ത് ചെയ്യുന്നു, സ്റ്റീമിൻ്റെ ബേസിൽ, അതായത് സ്പെസിഫിക് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൊടുത്തിട്ട്, ഒരു സ്പെസിഫിക് ടൈമും ഒക്കെ കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, അതിനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. ഈ ടൈമും സ്റ്റീമും പ്രഷറും ടെമ്പറേച്ചറും ആ 4 പാരാമീറ്റേഴ്സാണ് ഒരു സക്സസ്ഫുൾ സ്റ്റെറിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ ആവട്ടെ, വൈറസ് ആവട്ടെ, ഫംഗസ് ആവട്ടെ, സ്പോർസ് ആവട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ഹാംഫുള്ളാണ്, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ലാബിലൊക്കെ ആണെങ്കിൽ ബയോളജിക്കൽ വേസ്റ്റ്, പിന്നെ സ്റ്റെറൈൽ മീഡിയ, ഇൻസ്ട്രുമെൻറ്റ്സ്, ലാബ് വെയർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻക്യുബേറ്റർ ഓർ ഓവൻ. ഇൻക്യുബേറ്റർ ഓർ ഓവൻ മെയിൻറ്റെയിൻസ് യൂണിഫോം ടെമ്പറേച്ചർ ടു സപ്പോർട്ട് ദി ഗ്രോത്ത് ഓഫ് ദ മൈക്രോബയോളജിക്കൽ കൾച്ചർ ഓർ സെൽ കൾച്ചർ. ദ നോർമൽ ടെമ്പറേച്ചർ ഈസ് 99 degree to 100 degree Fahrenheit. Acceptable is 97 to 102 degree Fahrenheit. ഇൻക്യുബേറ്റർ ഓവൻ എന്ന് പറയുമ്പം ആ പേര് പോലെ തന്നെ, ഓവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമുക്കൊക്കെ ബേക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് യൂണിഫോം ആയിട്ട്, അതായത് ഒരേ രീതിയിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്? നമ്മുടെ മൈക്രോ ബയോളജിക്കൽ കൾച്ചറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെല്ലിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇത് മെയിനായിട്ട് ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പം 99 degree Fahrenheit തൊട്ട് 100 degree Fahrenheit വരെയാണ്. പക്ഷേ 97 തൊട്ട് 102 വരെ എന്തായിരിക്കും, നോർമൽ ഫാരൻഹീറ്റ് തന്നെയാണ്. അടുത്തതാണ് വാട്ടർ ബാത്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്യുബേറ്റ് സാമ്പിൾസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എ വാട്ടർ ബാത്ത് ഈസ് ലബോറട്ടറി എക്യുപ്മെൻറ്റ് മെയ്ഡ് ഓഫ് ഫ്രം എ കണ്ടെയ്നർ ഫിൽഡ് വിത്ത് ഹീറ്റഡ് വാട്ടർ. ദി യൂട്ടിലൈസേഷൻ ഇൻക്ലൂഡിംഗ് വാർമിംഗ്, reagent, melting of substances or incubator of cell. It is also enable certain chemical reaction occur at high temperature. ലോങ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഇൻക്യുബേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾസിന്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. ഇതൊരു ലബോറട്ടറി എക്യുപ്മെൻ്റ് ആണ്. ഇതിനകത്ത് എന്തുകൊണ്ട് ചൂടുവെള്ളം ക്യാരി ചെയ്ത് അതിൻ്റെ ഹീറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ റിയേജൻറ്റിനെ വാം ചെയ്ത് വെക്കാനും സബ്സ്ട്രേറ്റിനെ മെൽറ്റ് ചെയ്യാനും ഇൻക്യുബേഷൻ ചെയ്യാനും. എന്തിനെ ഇൻക്യുബേഷൻ ചെയ്യാനും? നമ്മുടെ സെൽ കൾച്ചറിനെ ഇൻക്യുബേഷൻ ചെയ്യാനും ഒക്കെയാണിത് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ചില കെമിക്കൽ റിയാക്ഷൻസിനും, അത് ഹൈ ടെമ്പറേച്ചറിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ചില കെമിക്കൽ റിയാക്ഷൻസ് വളരെ ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഇത് ഒക്കർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാട്ടർ ബാത്ത് എനേബിൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്ത്. ഇനി കുറച്ച് എക്യുപ്മെൻറ്റ്സും കൂടെ ഉണ്ട്. അത് ഞാൻ നമ്മുടെ ടെലഗ്രാമിലെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ നോട്ട് കൊടുത്തേക്കാം. നിങ്ങളതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ഫുള്ള് നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഇന്നലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒഫീഷ്യൽ സ്മാർട്ട് ആൻഡ് ക്രാക്കിൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.